എല്ലാവർക്കും നമസ്കാരം. ബുക്ക് ഇൻസൈറ്റ് പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ജീവിതം എങ്ങനെ ഭാസുരമാക്കാം, എങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. അതിൻ്റെ ഭാഗമായി ചാപ്റ്റർ 6 9 C's ഓഫ് സക്സസ് ആണ്. ജീവിത വിജയത്തിനുള്ള 9 Cകൾ. അതിൽ നമ്മൾ കോപ്പറേഷൻ വരെ പറഞ്ഞു. കോപ്പറേഷൻ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ കോപ്പറേഷൻ അത് നമുക്ക് ജീവിതത്തിൽ വളരെ സമ്പന്നത കൊണ്ടുവരും. കോപ്പറേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സ്റ്റിനസി എന്നൊക്കെ, അതായത് മർക്കടമുഷ്ടി എന്നൊക്കെ പിടിവിട്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയണം. അതൊക്കെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെയേറെ സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള, വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഘടകമാണ് കൺട്രോൾ അഥവാ സെൽഫ് കൺട്രോൾ. എടുത്തു പറയട്ടെ, നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ മറ്റൊരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യും. നമ്മുടെ കൺട്രോൾ നമ്മൾ മറ്റൊരാളിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. മറ്റൊരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആ നിമിഷം മുതൽ നമ്മൾ അവരുടെ പാവകളാണ്. ആ പാവകൾ, അതാണ് ഇന്ന് രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന യുവതലമുറ. ഇന്ന് അവരുടെ കൺട്രോൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവർ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. അവരെങ്ങും എത്തുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രം രാഷ്ട്രീയത്തിൻ്റെ മേലേത്തട്ടിലേക്ക് വരുന്നു. അണികൾ. ഇവിടെയാണ് മാസ്റ്ററും സ്ലേവും ഗെയിം. അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തോളട്ടെ, അതായത് വർഗസമരങ്ങൾ നടത്തി ഇവിടെ വന്ന് പാവപ്പെട്ടവന് വേണ്ടി എന്ന് പറയുന്ന പാർട്ടി പോലും അവിടെയും ഒരു മാസ്റ്റർ സ്ലേവ് ഗെയിമുണ്ട്. അത് മതങ്ങളാവട്ടെ, അവിടെ ഒരു മാസ്റ്റർ സ്ലേവ് ഗെയിമുണ്ട്. നിങ്ങളൊരു സ്ലേവ് ആവാനാണോ ആഗ്രഹിക്കുന്നത്, ഒരു മാസ്റ്റർ ആവാനാണോ? എന്താണ് മാസ്റ്ററും സ്ലേവും തമ്മിലുള്ള വ്യത്യാസം? ഒരു മാസ്റ്റർക്ക് തൻ്റെ ആശയങ്ങൾ കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും മറ്റുള്ളവരെ കൊണ്ട് അത് നടത്തിപ്പിക്കാനും മാസ്റ്റർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. എന്നാൽ സ്ലേവിന് എന്തൊക്കെ ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അത് മാസ്റ്ററുടെ ഓർഡർ വേണം, മാസ്റ്ററുടെ പെർമിഷൻ വേണം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ കൺട്രോൾ മറ്റുള്ളവരിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പാവകളായി മാറുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ സെൽഫ് കൺട്രോളിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. കൺട്രോൾ അതെന്തിൽ നിന്നൊക്കെ വേണം കൺട്രോൾ? മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, സമയം കൊല്ലുന്ന TV ചാനലുകളിൽ നിന്ന്, സമയം കൊല്ലുന്ന യൂട്യൂബ് ചാനലുകളിൽ നിന്ന്, സമയം കൊല്ലുന്ന രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്ന്, സമയം കൊല്ലുന്ന മത ഉപദേശങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് സെൽഫ് കൺട്രോൾ വേണം. കാരണം പലപ്പോഴും നമ്മൾ ഇത്തരം ബാഹ്യ ഘടകങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം പോലും ചെയ്തു പോകുന്നത്. ഒരിക്കലും കുറ്റപ്പെടുത്താൻ നമ്മൾ മനസ്സുകൊണ്ട് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതുപോലും നമ്മൾ ചെയ്തു പോകും. കാരണം അന്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മതവും രാഷ്ട്രീയവും ഒക്കെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാജുവലി എന്ത് പറ്റും, നമ്മുടെ മൈൻഡ് ആ രീതിയിലേക്കായി മാറും. സമൂഹത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് തന്നെ അതനുസരിച്ച് മാറും. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമായ ഒരുവന് തങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന്, ജീവിതത്തിൽ സമ്പന്നത കൊണ്ടുവരുന്നതിന് പരമപ്രധാനമായ ഘടകമാണ് കൺട്രോൾ ഉണ്ടാവുക, സെൽഫ് കൺട്രോൾ ഉണ്ടാവുക. ആദ്യം സെൽഫ് കൺട്രോളാണ് ഉണ്ടാവേണ്ടത്. എവിടെ എന്ത് സംസാരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും നമ്മൾ ബന്ധങ്ങളെ മുറിക്കുന്നത് എവിടെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സെൽഫ് കൺട്രോളുള്ള വ്യക്തിക്ക് ഇതൊക്കെ സാധ്യമാകും. അതായത് നമ്മുടെ ചുറ്റും പരദൂഷണങ്ങൾ പറയുന്ന, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. ഇപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 3 തരം ആളുകളുണ്ട്. സ്മോൾ പീപ്പിൾ ടോക്ക് അബൌട്ട് പീപ്പിൾ, ആവറേജ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇവൻറ്റ്സ്, ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ദേ മേക്ക് ദിസ് വേൾഡ് വണ്ടർഫുൾ. ചെറിയ മനുഷ്യർ, മനസ്സുകൊണ്ട് ചെറിയ ആളുകൾ, അവർ വ്യക്തികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച്, അവരുടെ മതാധ്യക്ഷനെക്കുറിച്ച്, അവരുടെ മുമ്പിലുള്ള സിനിമ ഫിലിം ഫ്രട്ടേണിറ്റീസിനെക്കുറിച്ച്, അങ്ങനെ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നതിലായിരിക്കും അവർക്ക് താല്പര്യം. സ്മോൾ പീപ്പിൾ. ആവറേജ് പീപ്പിൾ നടന്ന സംഭവങ്ങളെ ചർവണം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഗ്രേറ്റ് പീപ്പിൾ ദേ ടോക്ക് അബൌട്ട് സിസ്റ്റംസ്, പ്രൊസീജിയർ. അവരാണ് ഈ ലോകം സൃഷ്ടിക്കുന്നത്. ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ഒരു സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാവണം, സെൽഫ് കൺട്രോൾ ഉണ്ടാവണം. ഒരിക്കൽ നിങ്ങൾ സെൽഫ് കൺട്രോൾ സാധ്യമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഈ ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആശയങ്ങളെ കൺട്രോൾ ചെയ്യാം, വാക്കുകളെ കൺട്രോൾ ചെയ്യാം, സ്വപ്നങ്ങളെ കൺട്രോൾ ചെയ്യാം, ഫിനാൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള തുടക്കം സെൽഫ് കൺട്രോളാണ്. ഈ സെൽഫ് കൺട്രോൾ എങ്ങനെ സാധ്യമാകണമെന്നാണ് പോസിബിലിറ്റീസ് ആൻഡ് അഡ്വേഴ്സിറ്റീസിൻ്റെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഈ സെൽഫ് കൺട്രോൾ പലപ്പോഴും നശിക്കുന്നത് എന്തുകൊണ്ടാണ്? ബാഹ്യഘടകങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബാരിയർ സൃഷ്ടിക്കുന്നില്ല. ഈ ബാഹ്യഘടകങ്ങളുമായിട്ട് ആവശ്യത്തിലധികമായി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിലധികമായിട്ട് നമ്മൾ അവരെ അനുവദിക്കുന്നു നമ്മുടെ ഏരിയയിലേക്ക് കടന്നു വരാൻ. ആ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ലീഡർഷിപ്പിൽ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് സെൽഫ് കൺട്രോൾ. കാരണം ഒരു ലീഡർ നിരന്തരം സബോർഡിനേറ്റ്സിനോട് അവരുടെ തോളെ കയറ്റി നടന്നാൽ ഒരിക്കലും ഈ സബോർഡിനേറ്റ്സ് ജീവനക്കാർ ആ ലീഡറെ കേട്ടുവെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടത്, എങ്ങനെയാണ് ഈ സെൽഫ് കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെൽഫ് കൺട്രോൾ സാധ്യമാകുന്നൊരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആളുകളെ സപ്രസ് ചെയ്യലല്ല, അവരെ നേർവഴിക്ക് നടത്തുകയാണ്, യഥാർത്ഥ ട്രാക്കിൽ നടത്തുകയാണ്. കാരണം ഈ കൺട്രോൾ ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും ഒരു ഫാമിലിയുടെ നിലനിൽപ്പിനും ഒരു സിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിനും കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു പട്ടം ആ പട്ടത്തിൻ്റെ നൂല് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അതൊരു പട്ടം ആയി മാറുന്നത്. ഇല്ലെങ്കിൽ അത് ആകാശത്ത് പറന്നു പോകുന്ന ഒരു പേപ്പർ കഷ്ണം മാത്രമാണ്. അത് എവിടെ ചെല്ലുമെന്നോ എവിടെ വരെ ചെല്ലുമെന്നോ ഒന്നും ആർക്കും അറിയില്ല. പട്ടം സൃഷ്ടിക്കുന്നത് എന്താണ്? ആ കൺട്രോളാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബം, ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ അറിയാം, പല കുടുംബങ്ങളും ഒരു 4-5 ജനറേഷനായിട്ട് അവരിവിടെ നിലനിൽക്കുന്നു. എന്നാൽ പല കുടുംബങ്ങളുടെ ഒരു ജനറേഷൻ കഴിഞ്ഞ് അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയുന്നില്ല. കാരണം ഈ ജനറേഷൻ ടു ജനറേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കുടുംബങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, അവിടെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു കൺട്രോളുള്ള ഒരു ലീഡർ, ഒരു കുടുംബനാഥനുണ്ടായിരുന്നു. അത് അടുത്ത തലമുറയെ അത് ഫോളോ ചെയ്തു വരുന്നു. എന്നാൽ കൺട്രോൾ നശിക്കുന്നു, കുടുംബങ്ങൾ ശിഥിലമാവും. നമ്മുടെ നാട്ടിൽ ഒരുപാട് തറവാടുകൾ ശിഥിലമായി പോയിട്ടുണ്ട്, കാരണം കൺട്രോൾ നശിച്ചു. അപ്പം കൺട്രോളിൻ്റെ അർത്ഥം അവരെ അടിമയാക്കി വെക്കുക എന്നുള്ളതല്ല. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ ഒരുപാട് നമ്മളെ ആകർഷിക്കുന്ന ഘടകങ്ങളുണ്ടാവും. എല്ലാ ആകർഷിക്കുന്ന ഘടകങ്ങളെയും നമുക്ക് നമ്മുടെ സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് സുന്ദരികളായ സ്ത്രീകളുണ്ടാവും. അവരിലെല്ലാവരെയും നമുക്ക് ഭാര്യമാരാക്കാനോ അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുവാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ അതിനൊക്കെ ചില കൺട്രോൾസുകളുണ്ട്. ഈ കൺട്രോളാണ് സിസ്റ്റം, അതായത് ആ സിസ്റ്റമാണ് ഈ സമൂഹം. അതുകൊണ്ട് തന്നെ കൺട്രോളിനെ ഡിസിപ്ലിൻ എന്ന് അല്ലെങ്കിൽ ഓവർ ഡിസിപ്ലിൻ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ജിറാഫ് പ്രസവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ജിറാഫ് പ്രസവിക്കുമ്പം ജിറാഫ് നിന്നുകൊണ്ടാണ് പ്രസവിക്കുന്നത്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസവം ശേഷമുള്ള സ്മെല്ല് കൊണ്ട് ഹയനയും സിംഹവും ഒക്കെ ജിറാഫിൻ്റെ കുട്ടിയെ തട്ടിയെടുക്കാൻ വളരെ പെട്ടെന്ന് വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ അമ്മ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, പ്രസവിച്ച് വീഴുന്ന കുഞ്ഞിനെ ഏതാനും നിമിഷങ്ങൾക്കകം അമ്മ ഇടത് കാലുകൊണ്ട് തട്ടി എഴുന്നേൽപ്പിക്കും. അമ്മയുടെ തട്ട് കിട്ടി ഈ ചെറിയ ജിറാഫ് കുട്ടി എണ്ണീറ്റ് മുടന്തി നടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് വീഴുമ്പോൾ അമ്മ വീണ്ടും കിക്ക് ചെയ്യും. അത് വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും നടക്കാൻ തുടങ്ങും, വീണ്ടും അത് വീഴും, വീണ്ടും അമ്മ കിക്ക് ചെയ്യും. അങ്ങനെ കിക്ക് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ജിറാഫിൻ്റെ കുട്ടി നല്ല രീതിയിൽ നടക്കാനും ഓടാനും പഠിക്കുന്നത് കാണാം. അത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ആരെയും സപ്രസ് ചെയ്യാനുള്ള സംഗതികളല്ല. ഡിസിപ്ലിൻ ഈസ് എ മസ്റ്റ് ആക്ച്വലി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പരമപ്രധാനമായ രൂഢമൂലമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വലിയ സ്വപ്നമുണ്ടെങ്കിൽ, പുട്ട് യുവർ സെൽഫ് ഇൻ ടു ദ ലൈൻ ഓഫ് ഡിസിപ്ലിൻ. നിങ്ങളെ തന്നെ ലൈൻ ഓഫ് ഡിസിപ്ലിൻ ഇടുക മാത്രമാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി. അതാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. എങ്ങനെ നമുക്ക് ലൈൻ ഓഫ് ഡിസിപ്ലിൻ ഇടാം? ഇന്ന് വരെ രാവിലെ എഴുന്നേൽക്കാത്തൊരു വ്യക്തി, തീർച്ചയായിട്ടും അലാം വെച്ച് അയാൾ രാവിലെ എഴുന്നേൽക്കണം. ലൈൻ ഓഫ് ഡിസിപ്ലിൻ. എക്സർസൈസ് ചെയ്യാത്ത വ്യക്തി 20 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് അതിനായി മാറ്റിവെക്കണം. സമയം എല്ലാവർക്കും ഉണ്ട്. പത്രവായന, അതിനുവേണ്ടി 10-15 മിനിറ്റ്സ് മാറ്റിവെക്കണം. പുസ്തകങ്ങൾ വായിക്കാൻ ഒരു ദിവസം അരമണിക്കൂർ മാറ്റിവെക്കണം. റിലേറ്റീവ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അരമണിക്കൂർ മാറ്റിവെക്കണം. അങ്ങനെ അത് കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പാക്കാൻ. ഇപ്പം നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ മെൻറ്ററെ ഓർക്കാറുണ്ട്. നിങ്ങൾക്കും ഞാനൊരു ഉപദേശം തരുന്നത്, നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാം. മെൻറ്ററെ അപ്പോയിൻറ്റ് ചെയ്താൽ നിങ്ങൾ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ടി വരില്ല. നിങ്ങളുടെ സബോർഡിനേറ്റ്സ്, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾക്ക് നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ കഴിയും. എൻ്റെ രണ്ടാമത്തെ ബുക്കായ
ക്ലോവേഴ്സ് ഗൈഡ് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന 325 പേജുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലെ ബുക്ക് ഞാൻ എഴുതുന്നത് വെറും 30 ദിവസം കൊണ്ടാണ്. ഇതെങ്ങനെ സാധ്യമായി? എന്നാൽ എൻ്റെ ഈ ബുക്ക് എഴുതാൻ, ഈ പോസിബിലിറ്റീസ് ആൻഡ് അഡ്വൈസറി എന്ന ബുക്ക് എഴുതാൻ എനിക്ക് ഏകദേശം 2.5 വർഷം എടുത്തു. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ബുക്ക് ക്ലോവേഴ്സ് ഗൈഡ് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന ബുക്ക് എഴുതാൻ എനിക്ക് 30 ദിവസം മാത്രമേ എടുത്തുള്ളൂ. കാരണം എൻ്റെ എനിക്ക് മകളില്ല, എങ്കിലും എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അന്ന് എന്നെ മെൻറ്റർ ചെയ്തിരുന്നത്. അവൾ കൃത്യമായി എന്നിൽ നിന്ന് എല്ലാ ദിവസവും ചാപ്റ്ററുകൾ കളക്ട് ചെയ്യും. എന്നെ ഇടം വലം വിടാതെ, ഞാൻ യാത്ര ചെയ്യുന്ന എയർപോർട്ടിലൊക്കെ വെച്ച് ആ ബുക്ക് എഴുതി അതിൻ്റെ കോണ്ടൻറ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നെ ഇടം വലം വിടാതെ അവളെൻ്റെ പുറകെ കൂടി എൻ്റെ എഴുത്ത് ഏകദേശം 20 ദിവസം കൊണ്ട് എൻ്റെ എഴുത്ത് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിങ്ങും മറ്റുമൊക്കെ കഴിഞ്ഞ് ആ ബുക്ക് പുറത്തിറങ്ങുന്നത് 32ാമത്തെ ദിവസം ആ ബുക്ക് പുറത്തിറങ്ങി. സർപ്രൈസിംഗ് ആയിട്ടൊരു സംഗതിയാണ്. ആ ബുക്കിൽ നിന്ന് ഒട്ടനവധി കോപ്പികൾ വിറ്റഴിച്ചു. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽസ് പലതും അതൊരു ഗൈഡായിട്ട് തന്നെ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമായി? എന്നിലെ എൻ്റെ അലസതയും മടിയും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാത്ത മറ്റു പല കാരണങ്ങളുണ്ടാകാം. അതിന് എനിക്കൊരു മെൻറ്റർ ഉണ്ടായി. ആ മെൻറ്റർ എന്നെ ടൈമിൽ ഗൈഡ് ചെയ്തത് കാരണമാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. തുടർന്ന് കേൾക്കാം.